ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ഞാൻ ബ്രഹ്മശ്രീ പ്രദീപ് പണിക്കർ കുരിച്ച്. വരാഹി ദേവിയുടെ ചൈതന്യത്തെക്കുറിച്ചും വരാഹി ദേവിയുടെ ഈ സ്തോത്രം കേട്ടാൽ തന്നെ നമ്മൾ മനസ്സിൽ വിചാരിച്ച ആഗ്രഹങ്ങൾ നടക്കും. 7 ദിവസം ഈ സ്തോത്രം രാവിലെയും വൈകിട്ടും കേൾക്കുക, പറ്റുമെങ്കിൽ പാരായണം ചെയ്യുക. എങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച ഒരുപാട് കാര്യങ്ങൾ നടക്കും. എല്ലാവിധ പൂജാവിധികൾക്കും താന്ത്രിക വിധികൾക്കും നമ്മുടെ പ്രധാനമായുള്ള ആഗ്രഹങ്ങൾ നടക്കുന്നതിനും വരാഹി വരദായിനി സ്തോത്രം കേൾക്കുന്നതും പ്രാർത്ഥിക്കുന്നതും വളരെ ഉത്തമമായിട്ടുള്ള കാര്യമാണ്. ജ്യോതിഷപരമായിട്ടുള്ള ദശകൾ, ഗ്രഹദില ദോഷ നിവാരണങ്ങൾ, പ്രശ്നങ്ങൾ, വാസ്തു സംബന്ധമായ ദോഷങ്ങൾ, അതേപോലെ തന്നെ ശത്രുദോഷം, ബാധാദോഷങ്ങൾ, പോക്കുവരവ്, നാഗദോഷങ്ങൾ, അങ്ങനെ ഒട്ടനവധിയുള്ള എല്ലാവിധ പരിഹാര ക്രിയകൾക്കും വരാഹി ദേവി ഉത്തമമായിട്ടുള്ള ഒരു പരിഹാര ദേവതയാണ്. വരാഹി ദേവി ഭദ്രകാളിയായും വരാഹം രൂപം ധരിച്ച വിഷ്ണുവിൻ്റെ ഭാര്യയായിട്ടും ഭദ്രകാളിയുമായിട്ടൊക്കെ തന്നെ പല രൂപത്തിൽ പല ഭാവത്തിൽ നമ്മൾക്ക് അനുഗ്രഹം തരുന്ന ദേവിയാണ്. മേൽപ്പറഞ്ഞ എല്ലാവിധ ദോഷങ്ങളും പരിഹരിക്കാൻ വരാഹദേവിക്ക് ശക്തിയുണ്ട്. ആ പരമമായ ശക്തി നമ്മൾ ഉദ്ദേശിക്കുന്നതിലും എത്രയോ വലുതാണ്. കലഹം, ദാരിദ്ര്യം, ദുഃഖം, ധനനഷ്ടം, മാനനഷ്ടം, അങ്ങനെയുള്ള ഒട്ടനവധി നഷ്ടങ്ങളെയും കഷ്ടങ്ങളെയും നമുക്ക് തരുന്ന നമ്മുടേതായിട്ടുള്ള ജ്യോതിഷ സംബന്ധമായ പല പ്രശ്നങ്ങളും വരാഹി ദേവിയുടെ അനുഗ്രഹത്താൽ നമുക്കത് മാറ്റുവാൻ കഴിയുന്നതാണ്. ഈ സ്തോത്രം നിങ്ങൾ വളരെ ഭക്തിപൂർവ്വം കേട്ട് കഴിഞ്ഞാൽ ഒട്ടനവധി മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നതാണ്. 108 ശ്ലോകങ്ങളുള്ള ഈ വരാഹി ദേവിയുടെ സ്തോത്രം കേൾക്കുമ്പോൾ ഒരു ബാധകളുടെയും ഒരു ശക്തികളുടെയും ദുഷ്ടശക്തികളുടെയും ദൃഷ്ടി നിങ്ങളുടെ മേൽ ഏൽക്കുകയില്ല. ഈ സ്തോത്രം 7 മുതൽ 21 ദിവസം വരെ കേൾക്കുന്നതോ ജപിക്കുന്നതും വളരെയധികം ഗുണകരമായിരിക്കും. നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളുടെ കുടുംബത്തിന് മൊത്തമായിട്ട് ആ ഒരു സൗഭാഗ്യം ലഭിക്കുന്നതായിരിക്കും. വരാഹി ദേവിയെ മന്ത്രങ്ങൾ കൊണ്ടോ സ്തോത്രങ്ങൾ കൊണ്ടോ ജപിക്കുന്നവർക്ക് ധനസമൃദ്ധി, ഉദ്ദേശിച്ച കാര്യങ്ങളിൽ വിശ്വാസപ്രാപ്തി, ഉദ്ദേശിച്ച കാര്യങ്ങൾ നടക്കുക, നഷ്ടപ്പെട്ടു പോയ ആഭരണങ്ങളും പണവും തിരിച്ചു ലഭിക്കുക, കടം കൊടുത്ത പണം തിരിച്ചു കിട്ടുക, അതേപോലെ ലോട്ടറി അങ്ങനെയുള്ള കാര്യങ്ങൾ അടിക്കുക, അങ്ങനെ ഒട്ടനവധി ഗുണങ്ങൾ വരാഹി ദേവിയുടെ സ്തോത്രങ്ങൾ ജപിക്കുന്നത് കൊണ്ടും കേൾക്കുന്നത് കൊണ്ടും ഒരുപാട് ഗുണങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സൗഭാഗ്യങ്ങളും എല്ലാം തന്നെ ലഭിക്കുന്നതാണ്. വൈഷ്ണവ ആരാധനാ ക്രമത്തിലും ശൈവശാക്തേയ താന്ത്രിക കർമ്മങ്ങളിലും വരാഹി ദേവിയെ പ്രധാന ദേവതയായിട്ട് തന്നെ പ്രാർത്ഥിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം ആരാധനാക്രമങ്ങൾ ചെയ്യുന്നവർ തീർച്ചയായിട്ടും അതിൻ്റേതായ വ്രതാനുഷ്ഠാനങ്ങളും ശുദ്ധിയും പാലിക്കേണ്ടതായിട്ടുണ്ട്. വളരെയധികം ഐശ്വര്യം കിട്ടുന്ന, സമൃദ്ധി കിട്ടുന്ന, രോഗശാന്തി ലഭിക്കുന്ന, ശത്രുദോഷങ്ങളിലും ബാധാപദ്രവങ്ങളിൽ നിന്നും നമ്മൾക്ക് മോചനം നൽകുന്ന അതിശക്തിയായ ഒരു മൂർത്തി തന്നെയാണ് വരാഹി ദേവി. വരാഹി ദേവി അതിൻ്റെ എല്ലാ ഭീകരഭാവങ്ങളും ഉള്ള ദേവിയാകുമ്പോഴും അതിന് ഒരു പെറ്റമ്മയുടെ ലാളനയും കരുതലും നൽകുവാനുള്ള, അനുഗ്രഹവും നൽകുവാനുള്ള ഒരു ശക്തിയുണ്ട്. അമ്മയെ, ദേവിയെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എത്രത്തോളം നമ്മൾക്ക് അതിൻ്റെ ഫലം കിട്ടുമെന്ന് എനിക്ക് മുൻകൂട്ടി പറയാൻ കഴിയില്ല. കാരണം അത്രത്തോളം ശക്തിയായിട്ടുള്ള, സൗമ്യമായിട്ടുള്ള, സഹകാരിയായിട്ടുള്ള, സ്നേഹം വിതറുന്ന ഒരമ്മയെപ്പോലെ തന്നെയാണ് വരാഹി ദേവി. വൈഷ്ണവ ആരാധന രൂപത്തിലും ദേവിയെ പ്രാർത്ഥിക്കാറുണ്ട്, ത്രിപുരസുന്ദരിയായിട്ട് പ്രാർത്ഥിക്കാറുണ്ട്, അതിശക്തിയായ ഭദ്രകാളി രൂപത്തിലും വരാഹരൂപം കൊണ്ട മഹാവിഷ്ണുവിൻ്റെ ഭാര്യയായിട്ടും എല്ലാം തന്നെ ഒരുപാട് രൂപത്തിലാണ് ദേവിയെ പലരും ആരാധിക്കുന്നത്. വരാഹദേവിയെ പ്രാർത്ഥിക്കുന്നതും ആരാധിക്കുന്നതും മന്ത്രങ്ങൾ കൊണ്ടും ജപങ്ങൾ കൊണ്ടും ധ്യാനങ്ങൾ കൊണ്ടും ഒക്കെ
നമ്മൾ അത്രയും പ്രാർത്ഥിക്കുന്ന ആരാധിക്കുന്ന ദേവിയായി നിൽക്കുമ്പോൾ തന്നെ ഒരു പെറ്റമ്മയുടെ കാരുണ്യം ആ അമ്മ നമുക്ക് നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വരാഹി ദേവിയുടെ പ്രാർത്ഥനകളും സ്തോത്രങ്ങളും എല്ലാം തന്നെ കേൾക്കുമ്പോഴും ജപിക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും നമുക്ക് ഒരുപാട് ഐശ്വര്യം കിട്ടുന്നത്. ഉഗ്രഭാവത്തിലുള്ള വരാഹി ദേവിയെയോ അല്ലെങ്കിൽ മറ്റു മൂർത്തികളെയോ നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമുക്ക് ശത്രുദോഷങ്ങൾ മുതലായിട്ടുള്ള ദോഷങ്ങൾ അകലാനും ധനസമൃദ്ധിക്കൊക്കെ ആയിട്ടാണ്. ശാന്തഭാവത്തിലുള്ള മൂർത്തിയെ നമ്മൾ പ്രാർത്ഥിക്കുന്നത് പുണ്യം ലഭിക്കാനൊക്കെയാണ്. ധ്യാനഭാവത്തിലുള്ള മൂർത്തിയെ നമ്മൾ പ്രാർത്ഥിക്കുന്നതും ഉപാസിക്കുന്നതും മോക്ഷം ലഭിക്കാനും നമ്മുടെ ജീവിതയാത്രകൾ നല്ല രീതിയിലുള്ള ഒരു ദുഷ്പ്രവൃത്തികളും ഇല്ലാതെയും മറ്റൊരാളുടെ ശത്രുദോഷമില്ലാതെയും ജീവിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഈ ഓരോ കർമ്മങ്ങളും അതിൻ്റേതായിട്ടുള്ള ഭാവങ്ങളും അതിൻ്റേതായിട്ടുള്ള ചര്യകളും ഉണ്ട്. അത് നമ്മൾ മനസ്സിലാക്കി ഉപാസിക്കുമ്പോഴാണ് അല്ലെ പ്രാർത്ഥിക്കുമ്പോഴാണ് നമ്മൾക്ക് ആ ദേവതയുടെ എല്ലാവിധ അനുഗ്രഹങ്ങളും നമ്മൾക്ക് ലഭിക്കുക. ഏത് രൂപത്തിലുള്ള ഏത് ഭാവത്തിലുള്ള മൂർത്തികളെയും ഉഗ്രഭാവത്തിലുള്ളതോ ശാന്തിഭാവത്തിലുള്ളതോ ധ്യാനഭാവത്തിലുള്ളതും ആയ മൂർത്തികളെ നമ്മൾ ഫോട്ടോയോ അതല്ലെങ്കിൽ അതിൻ്റെ ബിംബങ്ങളോ വെച്ച് പ്രാർത്ഥിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. പക്ഷേ നമ്മളുടെ മനസ്സ് ശുദ്ധമായിരിക്കണം, നമ്മുടെ മനസ്സ് ധ്യാനനിരതമായിരിക്കണം, നമ്മുടെ മനസ്സ് പ്രാർത്ഥനാ നിർഭരമാവണം. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പാലിച്ചാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു ഉപാസകനാവാൻ അല്ല ഉപാസകയാവാൻ കഴിയുകയുള്ളൂ. നമസ്തേസ്തു മഹാമായേ വാരാഹി നാമധാരിണി കോലാസ്യ ച മഹാരൗദ്രി വജ്രതുണ്ഡധാരേയാമി സഹസ്രസൂര്യ സംഗാശ തേജഃ പുണ്യ സമന്വിതാ ഘോരരൂപാ ഭയങ്കരീ ഗന്ധുക പുഷ്പ സംഗാശ ദാദിമി കുസുമോപമാ തീഷ്ണ സിന്ദൂര സംകാശ ജപാ കുസുമ സന്നിധാ യൗവനസ്ഥാമദോന്മത്ത തുംഗപിനഭയോധരാ സർവാലങ്കാര ഭൂക്ഷാംഗീ മുണ്ഡമാലാ വിലംബിനി രാമഭാസുരാ ചതുർഭുജധാരാ ദേവി അധചഷ്ടഭുജധാരീ ദക്ഷിണേ ച ഹലം ധൃത്വാ ച മുസലം വാമകരേ കാഠ്യം വരദരാ ദേവി നാനാലങ്കാരമണ്ഡിതാ രക്താംഭോജാസനാ ദേവി പ്രേതസ്യോപരി സംസ്ഥിതാ സർവലക്ഷണ സംയുക്തം സർവാ അവയവ ശോഭിതാ മാധ്യമം പ്രിയാ ദേവി മതിരാനന്ദവന്ദിതാ പൂജിതാ സർവലോകേസ്തു ത്രൈലോക്യം സചരാചരം ത്രികോണാഖ്യാ മഹാചക്രേ സംസ്ഥിതാ വിശ്വയോഗിനി പഞ്ചകോണാഖ്യാ മഹാചക്രേ സംസ്ഥിതാ പഞ്ചദേവതാ അന്ധിനി രുന്ധിനി ചൈവ ജംഭിനി മോഹിനി തഥാ സ്തംഭിനി ച സമായുക്താ പൂജനീയ സദാ ബുദേഹാം ബാഹ്യഷഷ്ടകോണേ ചക്രേ ച ശൃംഖേ മധ്യേ തു പൂജിതാ ഈശാനകോണേ മധ്യേ തു ദാകിനി ച പ്രപൂജയേത് ഭക്തിനി തു വച കർമാണി സർവാണി ക്ഷായധാരിണി അഗ്നികോണേ ച രാകിന്യാ ചതുരുദിരവായിനി പശ്ചിമേ കോണം ആസൃജ്യ ലാഹിനി മാംസഭക്ഷിണി കാഹിനി വായുകോണേ തു അസ്ഥിധാതു ച ഭക്തിനി പൂർവകോണേ തു ശാകിന്യാ മേധാത്തും കച ഗൃഹണ്ണതി യക്ഷികോണം ആശ്രിത്യ ഹാകിനി മജ്ജഭക്ഷിണി യാഹിനി കുസുമാലിന്യാ ഷഡസ്രപുരമധ്യകാ ശുക്ലധാതും ച ഭക്തികായ സംഹാരകാരിണി ഇദം ദേവ്യാ സമാരാധ്യ നിഗ്രഹാനുഗ്രഹ ആത്മിനി പൂജിതാതു സമാധ്യാതു വാ സർവസിദ്ധിക്കരി പരാ മാരണോച്ചാടനോ ദേവി കൃഷ്ണവർണ്ണ സുതേജസ്സ പ്രേതസ്യോപരിം ആസത്യ ഭുജാഷ്ടകം ച ധാരിണി ഖഡ്ഗം ചക്രം ച മുഷരം വരദം ദക്ഷിണേ കരി ഖേടം ശംഖം താനനി സർവസത്വാനാം സ്മരണാത് സൻപ്രസങ്കടഹര രണി രാജകുലേ ചൈവ ചൗര്യവ്യാഘ്ര ഭയാദിഷു ഭൂതപ്രേത പിശാചേഷു ദേവേഷു ച അസ്പരാദിഷു അഷ്ടനാഗകുലേ ചൈവ യക്ഷാസനം ഭയം തഥാ അന്യേ ച വിവിധാനി തത്സ്മരണാ സർവഃ നശ്യതി
खड्गादिपिच्छशास्त्रेण अस्य अन्येऽपि अनेकधा वारणात् प्रसादेन धारणात् तव मन्त्रणाः वन्द्या च विविधे चैव निगदे सुगलादिभिः स्मरणात्माशमुच्यन्ति व्यन्तं मोक्षं च कारिणी देवी श्री पञ्चमी माता उग्ररूपा भयापहा क्रोधेन ध्येया देवी च जप होम अर्चना विधौ बलिप्रदेन पूजया विशेष अर्चना भैरवी सप्तरात्र प्रयोगेन सर्वशत्रुविनाशिनी चान्दिवाहिनी पूजयेत् विविधाकारा पुष्पधूपादि अपि स्तदा पशुभिः मध्यमांसादि नैवादिकं सन्ददां पुष्पाञ्जलित्रयं दत्त्वा दण्डपत्रं यदाम् ध्यानं जपं तदा उक्त्वा नमस्तस्यै नमो नमः वाराही वरदे देवी सुन्दरी रूपयौवनी भक्तेभ्यो वरदे देवी सुन्दरी त्वां नमोस्तुते महिषश्च कुक्कुडा मेषादिनरकादकाः बलिदानेन सन्तुष्टा संग्रामे जयदायिनी सुन्दरी कालिका देवी वाराही वरदायिनी वरदात्री महाकाली महिषासुरघादिनी कौमारी पूजयित्वा च अष्टोत्तरशतम् इति श्री महावाराही അഷ്ടോത്തര ദിവ്യനാമസ്തോത്രം വാരാഹി ദേവിയുടെ ഈ സ്തോത്രം വളരെ ശ്രദ്ധയോടെ കേട്ടുകഴിഞ്ഞാൽ നിങ്ങളുടെ സർവ്വ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാവും. അത്ര ഉഗ്രയായിട്ടുള്ള ഏത് സാധാരണക്കാർക്കും പ്രാർത്ഥിക്കാൻ കഴിയുന്ന ഉപാസിക്കാൻ കഴിയുന്ന ഒരു മൂർത്തിയാണ് വാരാഹി ദേവി. നിങ്ങൾക്ക് സർവ്വ ഐശ്വര്യവും ഈ മൂർത്തിയുടെ അനുഗ്രഹത്താൽ ലഭിക്കുന്നതാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.